എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കസ്റ്റേർഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഓവണോ ബീറ്ററോ ഒന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള മിക്സി മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള കേക്ക് ടിന്ന് ഒരുക്കാം. നമ്മൾ കേക്ക് ടിന്ന് ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡൊക്കെ തയ്യാറാക്കുന്ന ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ടിന്നില്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട, ഒരു അലുമിനിയം പാത്രം മാത്രം മതി കേട്ടോ. അതിൽ ഞാൻ ചെയ്യുന്നത് പോലെ എണ്ണ തടവിയ ശേഷം മൈദമാവിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇനി അടുത്ത് ഇതിലേക്ക് വേണ്ടത് 2 സ്പൂൺ അളവിൽ ഞാൻ ഇവിടെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ഒന്നൊരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഞാൻ മൈദമാവൊക്കെ അരിച്ചെടുത്തിരുന്നത് കൊണ്ടാണ് ഞാൻ അരിക്കാത്തത്. ഇനി ഈ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിൽ പേടിക്കേണ്ട, ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരു നനവൊന്നും പാടില്ല കേട്ടോ. നല്ലതുപോലെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാൻ. അടുത്തതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഞാനവിടെ മുട്ടയും പഞ്ചസാര എല്ലാം അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നിറയെ എടുത്തിട്ടില്ല, ഒരു 1/2 കപ്പിൻ്റെ 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം സ്പീഡ് കുറച്ചൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത ആ ഒരു മുട്ടയുടെ മിക്സ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവണും ബീറ്ററും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എളുപ്പമുള്ള കേക്കിൻ്റെ റെസിപ്പികളാണ് ഇടുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓവണും ബീറ്ററൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതവിടെ മാവെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ മാവൊക്കെ കലക്കുമ്പോൾ കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യട്ടെ, ഒരു 2-3 സ്പൂൺ അളവിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദമാവിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ മാവിൻ്റെ അടിഭാഗത്തേക്ക് എല്ലാം പോവാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ നല്ല എളുപ്പത്തിലുള്ള കേക്കിൻ്റെ റെസിപ്പികളിടും. ഞാൻ ചിലപ്പോൾ എന്നും എനിക്കിടാൻ പറ്റില്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടും കേട്ടോ. പിന്നെ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് ഒഴിച്ച ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് വേവിക്കാൻ വെക്കുന്നത് അലുമിനിയം പാത്രത്തിലാണ്. 10 മിനിറ്റ് ഒന്ന് നമ്മൾ ഓവണൊക്കെ ഫ്രീ ഹീറ്റ് ചെയ്യുന്നത് പോലെ അതും ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്കൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ പുറത്തിട്ട് കൊടുക്കുക. അപ്പോൾ വെന്ത് വരുമ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ അലുമിനിയം പാത്രത്തിൽ ഈ കേക്ക് വച്ച ശേഷം ഒരു 30-35-40 മിനിറ്റ് ആകുമ്പോൾ ആ ഒരു കേക്ക് വെന്ത് കിട്ടും. പിന്നെ തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വേണം നമ്മൾ ആ കേക്ക് തയ്യാറാക്കാൻ വയ്ക്കാൻ. കാരണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കാൻ. അപ്പം ഞാനവിടെ എല്ലാ കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അലുമിനിയം പാത്രം നല്ലതുപോലെ ചൂടായി കിടപ്പുണ്ട്. ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഒന്ന് പാത്രം കൊണ്ട് മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ മൂടിയിട്ടുണ്ട്. അടപ്പുള്ളതുകൊണ്ട് മൂടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 45 മിനിറ്റ് ആയപ്പോൾ കേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ്. ഇതിപ്പോൾ ഒരു അരഭാഗത്തോളം തണുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത ശേഷം ഇളക്കിയെടുക്കാം നിങ്ങൾ കേക്ക് ഇളക്കിയെടുക്കുമ്പോൾ. അപ്പം ഞാൻ ഇവിടെ കേക്കൊക്കെ ഇളക്കിയെടുത്തിന് ഒട്ടും തന്നെ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ബീറ്റർ വേണ്ട, ഓവൺ വേണ്ട, ഒന്നും വേണ്ട കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ. ഞാനതവിടെ ചൂടോടെ കട്ട് ചെയ്യുന്നുണ്ട്, പതുക്കെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനതവിടെ കേക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. എല്ലാ ഭാഗത്തും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്ക് എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ.